Hello everyone, welcome back to my YouTube channel MakeWithRichu. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോ ചേഞ്ചിങ് കാർഡാണ്. സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഒരു കാർഡ്സ്റ്റോക്ക് പേപ്പറാണ്. ഞാൻ ഇത് 11x15 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. 4 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ 2 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ വേർട്ടിക്കൽ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 5.5 സെൻറ്റിമീറ്റർ 2 ഷീറ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കൊരു സ്കെയിൽ യൂസ് ചെയ്ത് അത് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മൾ 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈനിൽ നമുക്ക് 5.5 സെൻറ്റിമീറ്റർ ഒന്നും കൂടെ മാർക്ക് ചെയ്തെടുക്കണം. 2 ഷീറ്റിൽ നമുക്കത് കണക്ക് 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ലൈനിൽ 5.5 സെൻറ്റിമീറ്റർ 2 ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത 5.5 സെൻറ്റിമീറ്റർ ഇല്ലേ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 5.5 സെൻറ്റിമീറ്റർ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 5.5 സെൻറ്റിമീറ്റർ വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ഷീറ്റിൽ 5.5 സെൻറ്റിമീറ്ററിൻ്റെ താഴെയുള്ള ആ പോർഷനില്ലേ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോർഷൻ, ആ പോർഷനാണ് സെക്കൻഡ് ഷീറ്റിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 2 ഷീറ്റും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ എടുക്കണം. നമ്മൾ ഫോട്ടോ 10x10 സെൻറ്റിമീറ്ററിലാണ് എടുത്തേക്കുന്നത്. സോ അത് ഹാഫായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അതായത് 5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫോട്ടോ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോയുടെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ കാർഡ്സ്റ്റോക്ക് പേപ്പർ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുമ്പം റൈറ്റ് സൈഡിലായിരിക്കണം ഓപ്പണിങ്. അത് ശ്രദ്ധിച്ച് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ടോപ്പ് പോർഷൻ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പം ഫോട്ടോയുടെ ടോപ്പ് പാർട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ കാർഡ്സ്റ്റോക്ക് പേപ്പർ ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് പോർഷനിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോയുടെ ബോട്ടം പോർഷൻ ഇവിടെ ഇതുപോലെ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ റൊട്ടേറ്റിംഗ് കാർഡിൻ്റെ ഫസ്റ്റ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് 2 കാർഡ്സ്റ്റോക്ക് പേപ്പർ എടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ നേരത്തെ വെർട്ടിക്കലായിട്ടാണ് പ്ലേസ് ചെയ്തത്. ഇത് ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിലും ഇതുപോലെ 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്നല്ല റൈറ്റ് സൈഡിൽ നിന്ന് വേണം 5.5 സെൻറ്റിമീറ്റർ രണ്ട് ഷീറ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ നമ്മൾ 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ആ ലൈനിൽ നമുക്ക് വീണ്ടും ഒരു 5.5 സെൻറ്റിമീറ്റർ രണ്ട് ഷീറ്റിലും മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മൾ 5.5 സെൻറ്റിമീറ്റർ രണ്ട് ഷീറ്റിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്താനൊക്കെ തന്നെ ഫസ്റ്റ് ഷീറ്റിൻ്റെ ടോപ്പ് പോർഷനും കട്ട് ചെയ്യണം, സെക്കൻഡ് ഷീറ്റിൻ്റെ ബോട്ടം പോർഷനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മൾ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ഫോട്ടോ അതും 10x10 സെൻറ്റിമീറ്ററിലാണ് എടുത്തേക്കുന്നത്. അതും ഹാഫ് പോർഷനിൽ ഒരു ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അതായത് 5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മളിവിടെ ഫോട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്താണൊക്കെ തന്നെ ഫോട്ടോയുടെ ടോപ്പ് പാർട്ട് ഇതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡിൽ കാർഡ്സ്റ്റോക്ക് പേപ്പർ പിടിക്കുമ്പം റൈറ്റ് സൈഡിൽ വേണം ഓപ്പണിംഗ് വരാൻ. അത് കണക്ക് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ നമ്മൾ ഫോട്ടോയുടെ ടോപ്പ് പാർട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിയുള്ള കാർഡ്സ്റ്റോക്ക് പേപ്പർ ഇതുപോലെ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇതുപോലെ ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. നമ്മൾ കാർഡ്സ്റ്റോക്ക് പേപ്പർ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോയുടെ ബോട്ടം പാർട്ട് അതിൻ്റെ താഴെ ഇതുപോലെ നന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഫോട്ടോ ചേഞ്ചിങ് കാർഡിൻ്റെ സെക്കൻഡ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ ബോട്ടം പാർട്ടില്ലേ അതിലേക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ നന്നായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ബോട്ടം പോർഷൻ അത് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് ലെയറിൽ ആ ടോപ്പ് പോർഷനിൽ വരുന്ന സെക്കൻഡ് ലെയറിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. നമ്മൾ രണ്ട് ഫോട്ടോയും നന്നായിട്ട് പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബോട്ടം പോർഷനിലും ആ സൈഡ് പോർഷനും നമുക്ക് സെല്ലോ ടേപ്പോ എന്തെങ്കിലും ടേപ്പോ യൂസ് ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. പേപ്പറിൽ ഗം തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്താലും മതി. അപ്പോൾ എന്താ നമ്മൾ ടേപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്ട്രാ കാണുന്ന ഈ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എന്താ ടേപ്പ് യൂസ് ചെയ്ത പോർഷൻ ഞാൻ ഒന്ന് പാറ്റേൺ പേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ഫോട്ടോ ചേഞ്ചിങ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാർഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.